ഇന്നലെ ഞാനൊരു വിചിത്രമായ സ്വപ്നം കണ്ടു. ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് സൂര്യന്റെ രശ്മികൾ പൊട്ടി വരുന്നതിന് മുമ്പ് തന്നെ ഉള്ള ഒരു സമയത്ത് ശങ്കരാചാര്യര് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമായിട്ടിരുന്ന് പറയുന്ന വാക്യമാണിത്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ആ തണുത്ത അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് കാത് കോർപ്പിച്ച് എന്താണ് ഇദ്ദേഹം പറയുന്നത്, അസാധാരണമായിട്ട് അദ്ദേഹം സാധാരണ പറയാത്ത ഒരു കാര്യം പറയുന്നതായിട്ട് തോന്നി. അവര് ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം തുടർന്നു, ഞാൻ ഇന്നലെ കണ്ടത് ഒരു നരച്ച താടിയുള്ള ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു ആചാര്യൻ യുവത്വം തിളങ്ങുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന കാഴ്ചയല്ല, മറിച്ച് ആ ഒരു വേദി തലകീഴായിട്ട് മറഞ്ഞിരിക്കുന്നു. ഒരു യുവത്വം തിളങ്ങുന്ന തേജസ്സുള്ള ഒരു യുവ വിദ്യാർത്ഥി കുരുപീഠത്തിലിരുന്ന് വയസ്സായ തടി നരച്ച ജരാനരകളുള്ള വൃദ്ധന്മാരായിട്ടുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. എല്ലാവരും നിശബ്ദരായി. ശങ്കരാചാര്യര് മൗനത്തിൽ നിന്ന് ഉണർന്ന് ചോദിച്ചു, എന്താണ് ഈ സ്വപ്നം എന്നോട് പറയാൻ ശ്രമിക്കുന്നത്? പിന്നീട് അദ്ദേഹം തുടർന്നു, അനസ്യൂതമായ ജ്ഞാനത്തിന്റെ പാതയാണ് ഈ സ്വപ്നം എന്നെ കാട്ടിത്തരുന്നത്. ഗുരുവിൽ നിന്ന് വിദ്യാർത്ഥികളിൽ പോയി ആ വിദ്യാർത്ഥികൾ ഗുരുക്കന്മാരാകുന്നു. അങ്ങനെ ഗുരു ശിഷ്യ പരമ്പരയിലൂടെ ജ്ഞാനം കൈമാറപ്പെടുന്നു. ശങ്കരാചാര്യര് ഈ സ്വപ്നത്തെ ഒരു നിസാര സംഭവമായിട്ട് അവഗണിച്ചില്ല. ഒരു ഫിലോസഫർ എന്ന രീതിയിൽ നമുക്ക് ശങ്കരാചാര്യരെ അറിയാം. ഭാരതം എന്നല്ല, ലോകം കണ്ട ഏറ്റവും വലിയ ചിന്തകൾ മുന്നോട്ട് വച്ചിട്ടുള്ള വ്യക്തി. അദ്വൈതത്തെ അദ്ദേഹം ചിട്ടപ്പെടുത്തിയത് വെറും ഒരു ഫിലോസഫി ആയിട്ടല്ല, ഒരു ജീവിക്കുന്ന ചിന്താ പദ്ധതിയായിട്ടാണ് അദ്ദേഹം ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിനെ ഒരു പാഠ്യ പദ്ധതിയുടെ രൂപത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അദ്വൈതം എന്നുള്ളത് വെറും ഒരു ചിന്തയല്ല, ഒരു പാഠ്യ പദ്ധതിയായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു മഹത്തായിട്ടുള്ള കാര്യം ചെയ്യുന്നു. വേറെ ആരും അതുവരെയോ അതിനുശേഷമോ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം. അദ്ദേഹത്തിന്റെ സ്വന്തം പേര് തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് ദാനമായി നൽകുന്നു. അങ്ങനെ ആദി ശങ്കരാചാര്യനിൽ നിന്ന് ശങ്കരാചാര്യന്മാരുണ്ടാകുന്നു. ശങ്കരാചാര്യന്മാരുടെ വലിയൊരു നിര തന്നെ ഇന്നും അദ്വൈതം എന്നുള്ള പാരമ്പര്യത്തെ നിലനിർത്തുന്നു. ഇതിനെല്ലാം തുടക്കം കുറിച്ചത് ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് ലഭിച്ച ഒരു സ്വപ്നമാണ്. എന്താണ് സ്വപ്നങ്ങള്? സ്വപ്നങ്ങള് നമ്മളോട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടോ? അതോ നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കുന്ന ഒരു റാൻഡം നോയ്സ് ആണോ സ്വപ്നങ്ങൾ? ഇതില് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതോ വെറും അർത്ഥശൂന്യമായിട്ടുള്ള ചില നാഡീകോശങ്ങളുടെ സിഗ്നലുകൾ മാത്രമാണോ സ്വപ്നങ്ങൾ? സ്വപ്നം എപ്പോഴുണ്ടാകുന്നു? എങ്ങനെ ഉണ്ടാകുന്നു? സ്വപ്നത്തില് നമുക്ക് ചില മുന്നറിയിപ്പുകൾ വരുന്നുണ്ടോ? മുൻകൂട്ടി സ്വപ്നം നമ്മളെ ചിലത് പറഞ്ഞ് അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങൾ ശാസ്ത്രലോകത്ത് വളരെ വർഷങ്ങളായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. ശാസ്ത്രീയമായിട്ട് സ്വപ്നം ഒരു പാരഡോക്സിക്കൽ സ്റ്റേറ്റ് ആണ് എന്ന് വിശേഷിപ്പിക്കുന്നു. അതായത് ബ്രെയിന് ഉണർന്ന് പ്രവർത്തിക്കുന്നു, അതേസമയം നമ്മുടെ ശരീരം സ്തംഭിതാവസ്ഥയിൽ തുടരുന്നു. സ്ലീപ്പ് പാരാലിസിസിന് വിധേയമായിട്ടുള്ള ശരീരവും ഉണർന്ന് പ്രവർത്തിക്കുന്ന ബ്രെയിനും ഒരു വിരോധാഭാസമായിട്ടുള്ള കാര്യമായിട്ടാണ് സ്വപ്നത്തെ നമ്മൾ ഇന്ന് കാണുന്നത്. നമ്മുടെ മസ്തിഷ്കത്തിന്റെ പല ഭാഗങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്നു, എന്നാൽ ചില ഭാഗങ്ങൾ അത്ര പ്രവർത്തനക്ഷമതമല്ലാതാകുന്നു. ബ്രെയിനിന്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന ഭാഗം നമ്മുടെ യുക്തിക്കും കാര്യങ്ങൾ നിർണ്ണയിക്കുന്ന ശക്തിക്കുമെല്ലാം ഉതകുന്ന പ്രക്രിയകൾ നടക്കുന്ന ആ ഒരു ഇടം, അത് ഏറെക്കുറെ നിശ്ചലമാകുന്നതുകൊണ്ട് സ്വപ്നങ്ങള് പലപ്പോഴും ഇല്ലോജിക്കൽ അല്ലെങ്കിൽ യുക്തിരഹിതവും അവിശ്വസനീയവുമായിട്ട് നമുക്ക് തോന്നുന്നു. യാതൊരു അടുക്കും ചിട്ടയും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നതായിട്ടും നമ്മൾ സാധാരണ അനുഭവിക്കുന്ന ഒരു ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആളുകൾ പറക്കുന്നതായിട്ടോ ചിറകുകളുള്ള മൃഗങ്ങൾ വരുന്നതായിട്ടോ ഒക്കെയുള്ള വളരെ നോൺസെൻസിക്കലായിട്ടുള്ള, ഒരു കോമൺ സെൻസിനും വിധേയമാകാത്ത രീതിയിലുള്ള കാര്യങ്ങൾ സ്വപ്നങ്ങളിലൂടെ വരുന്നു. ഈ കാര്യം നടക്കുമ്പോൾ ഇതിനെ ശാസ്ത്രീയമായിട്ട് റെം സ്ലീപ്പ് എന്നാണ് പറയുന്നത്, റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. നമ്മുടെ കണ്ണിലെ കൃഷ്ണമണികൾ അത് ചലിച്ചുകൊണ്ടിരിക്കും. ഉറക്കത്തിലാണ് എങ്കിലും കണ്ണടഞ്ഞിരിക്കുന്നതാണെങ്കിലും ഐ മൂവ്മെന്റ്സ് നിലനിൽക്കുന്നു. ആ സമയത്ത് ബ്രെയിനിന്റെ പല ഭാഗങ്ങളിലും
വലിയ രീതിയിൽ ആക്ടിവിറ്റി നടക്കുന്നു. ഈ സ്വപ്നങ്ങൾ 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന വേളകളിലാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇത് പലപ്പോഴും പലർക്കും ഓർത്തു വയ്ക്കുക പ്രയാസമാണ്. സ്വപ്നങ്ങൾ വരുന്നു, അത് പോകുന്നു, പക്ഷെ നമ്മുടെ സ്മൃതി മണ്ഡലത്തിൽ പിന്നീട് അത് അവശേഷിക്കുന്നില്ല. വളരെ ചുരുങ്ങിയ അവസരങ്ങളിലും ചില വ്യക്തികൾക്കുമാണ് വളരെ വ്യക്തമായിട്ട് സ്വപ്നങ്ങളെ ഓർത്തെടുക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനുമൊക്കെ സാധിക്കുന്നത്. ഇതിന് കാരണം മെറ്റാകോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് കോൺഷ്യസ് ആകുക, അതായത് നമ്മുടെ എക്സ്പീരിയൻസസിനെ വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ. അതും ഈ ഉറക്കത്തിന്റെ റെം സ്ലീപ്പിന്റെ ഒരവസ്ഥയിൽ നമുക്ക് ആ മെറ്റാ കോൺഷ്യസ്നെസ്സും വളരെ വീക്കാകുന്നത് കൊണ്ട് നമുക്ക് ഈ സ്വപ്നങ്ങളെ പിന്നീട് ഓർത്തെടുക്കുക പ്രയാസമാണ്. വളരെ ലൈറ്റായിട്ട് ഉറങ്ങുന്നവർക്ക് സ്വപ്നങ്ങളെ ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. എന്നാൽ വളരെ ഗാഢമായിട്ട് നിദ്രയിലേക്ക് പോകുന്ന ഡീപ്പ് സ്ലീപ്പേഴ്സിന് സ്വപ്നങ്ങൾ വീണ്ടും ഓർത്തെടുക്കുക പ്രയാസമായിട്ട് മാറുന്നു. സ്വപ്നങ്ങൾ പലപ്പോഴും നമ്മുടെ സ്മൃതികളെ ദൃഢപ്പെടുത്തുന്നതിന്, നമുക്ക് വൈകാരികമായിട്ടുള്ള സംഘർഷങ്ങൾക്ക് ഒരു സമാധാനം കണ്ടെത്തുന്നതിന് എന്ന് തുടങ്ങി പല കാര്യങ്ങൾക്കും ഉപയോഗപ്രദമാണ് എന്ന് ശാസ്ത്ര ലോകം പറയുന്നുണ്ട്. അതിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒരു പഠനം പറയുന്നത്, നമ്മൾ അഭിമുഖീകരിക്കേണ്ടതാണ് എന്ന് നമ്മൾ ഒരിക്കലും കരുതാത്ത കാര്യങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ ആ ഒരു ഷോക്കിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ഷോക്കിലേക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആണ് സ്വപ്നങ്ങൾ പലതും നമ്മളെ കാട്ടിത്തരുന്നത്. അപ്പോഴൊരു ആക്സിഡന്റ് ഉണ്ടാകുന്നെന്നോ ഒരു മരണം ഉണ്ടാകുന്നെന്നോ എന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് നമ്മളെ അത്തരം അവസരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് ഒരുക്കിയെടുക്കുക, നമ്മുടെ മനസ്സിനെ അതിനായിട്ട് സജ്ജപ്പെടുത്തുക എന്നുള്ള കാര്യവും കൂടി സ്വപ്നങ്ങളുടെ ആ ഒരു യൂട്ടിലിറ്റിയിൽ അടങ്ങിയിരിക്കുന്നു എന്ന് ചില പഠനങ്ങൾ അഭിപ്രായപ്പെടുന്നു. മനുഷ്യരിൽ മാത്രമല്ല സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്. ചില നായ്ക്കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഉറങ്ങുമ്പോൾ അവര് കൈകാലുകൾ അനക്കുന്നതായിട്ടും ചില ശബ്ദങ്ങള്, ചെറിയ കുരകള് പുറപ്പെടുവിക്കുന്നതുമായിട്ടൊക്കെ കാണുന്നത് ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ നീരാളി അല്ലെങ്കിൽ ഒക്ടോപ്പസില് വളരെയധികം സ്വപ്നങ്ങളെ കുറിച്ച് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. നീരാളികളുടെ ഒരു പ്രത്യേകത, അവര് റെം സ്ലീപ്പിലേക്ക് പോകുമ്പോൾ അവരുടെ ശരീരം പല കളറുകളിലൂടെ മാറിപ്പോകുന്നു, സൈക്ലിക്കായിട്ട് പല നിറങ്ങളായിട്ട് മാറുന്നു എന്ന ഒരു സവിശേഷതയുണ്ട്. അതുകൊണ്ട് ഈ ഒക്ടോപ്പസുകളിൽ സ്വപ്നമുണ്ടാകുന്നത് വളരെ എളുപ്പത്തിൽ പഠിക്കാനും നിരീക്ഷിക്കാനും സാധിക്കും. ഈ കാര്യങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നത് സ്വപ്നം എന്നുള്ളത് മനുഷ്യ ബ്രെയിനിന്റെ മാത്രം ഒരു പ്രവൃത്തിയല്ല, അത് ജീവജാലങ്ങളിൽ മുഴുവൻ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് എന്നതാണ്. ഒക്ടോപ്പസ് പോലെ വളരെ പരിമിതമായിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഒരു ബ്രെയിനുള്ള ജീവിക്ക് പോലും സ്വപ്നം കാണാൻ കഴിയുന്നു. സ്വപ്നങ്ങൾ പലപ്പോഴും നമ്മളെ ക്രിയേറ്റീവ് ആകുന്നതിൽ സഹായിക്കുന്നുണ്ട്. കലാകാരന്മാർക്ക്, കവികൾക്ക്, സംഗീതജ്ഞർക്ക് പലപ്പോഴും സ്വപ്നത്തിലൂടെ പല കലാസൃഷ്ടിക്ക് ഉതകുന്ന പല കാര്യങ്ങളും കിട്ടുന്നതായിട്ട് പറയുന്നുണ്ട്. പോൾ മെക്കാർത്തി എന്ന ബീറ്റിൽസിന്റെ ഗായകൻ, അദ്ദേഹത്തിന്റെ എസ്റ്റർഡേ എന്നുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് മുഴുവനായിട്ട്, അതിന്റെ മെലഡി മുഴുവനായിട്ട് അദ്ദേഹത്തിന് ഒരു സ്വപ്നത്തിലൂടെയാണ് ലഭിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഉണർന്ന ഉടൻ തന്നെ അദ്ദേഹം ആ സ്വപ്നത്തിൽ കേട്ട സംഗീതത്തെ അദ്ദേഹം ഒരു പിയാനോയിലൂടെ അത് വായിച്ച് ചിട്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ മറ്റു പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ഒരു ഭൗതിക ശാസ്ത്രപരമായിട്ടുള്ള അടിത്തറ എന്താണ് എന്നുള്ളതിനെ കുറിച്ചും ചില ശാസ്ത്രജ്ഞന്മാർ ചിന്തിക്കുന്നുണ്ട്. നമുക്കറിയാം, ക്വാണ്ടം ഭൗതികത, അതാണ് നമുക്ക് ഇന്നും ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്ന ഒരു ശാസ്ത്ര പദ്ധതി. ഏതാണ്ട് 100 വർഷമായിട്ട് അവതരിപ്പിച്ചിട്ട് ഇന്നും ഒരു കോട്ടവും സംഭവിക്കാതെ നിലനിൽക്കുന്ന ഇത്രയും ശക്തമായിട്ടുള്ള ഒരു സയന്റിഫിക് തിയറി വേറെയില്ല. ക്വാണ്ടം മെക്കാനിക്സിന്റെ വളരെ പ്രസക്തമായിട്ടുള്ള തുടക്കം എന്ന് പറയുന്നത് ഒബ്സർവർ എഫക്റ്റ് ആണ്, നിരീക്ഷണം. നിരീക്ഷകന്റെ കാഴ്ചപ്പാടാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് എന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് അവകാശപ്പെടുന്നത്. ക്വാണ്ടം മെക്കാനിക്സിന്റെ പല ഇന്റർപ്രിട്ടേഷൻസും ഉണ്ട്. അതിന് ഇന്റർപ്രിട്ടേഷൻ പലതായിട്ട് നിൽക്കാൻ കാരണം ക്വാണ്ടം മെക്കാനിക്സ് യുക്തിക്ക് വഴങ്ങുന്നില്ല. നമ്മുടെ കോമൺ സെൻസ് എന്ന് പറയുന്ന സാമാന്യ യുക്തി, അതിൽ നിന്ന് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിനെ നോക്കി കണ്ടു കഴിഞ്ഞാൽ അതിനെ
നമുക്ക് ഉൾക്കൊള്ളുക പ്രയാസമായിട്ട് മാറും. ഈ അവസ്ഥ നമ്മൾ എവിടെയാണ് കാണുന്നത്? സ്വപ്നത്തിൽ. സാമാന്യ യുക്തിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും നടക്കുന്നത് നമുക്ക് സ്വപ്നത്തിൽ കാണുന്നു. തുല്യമായിട്ടുള്ള രീതിയിൽ ഇല്ലോജിക്കലായിട്ടുള്ള പല കാര്യങ്ങളും ക്വാണ്ടം മെക്കാനിക്സിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണും. കാര്യകാരണ ശൃംഖലയിൽ കാരണത്തിന് മുമ്പായിട്ട് കാര്യം നടക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. അതായത് കോസ് എഫക്റ്റ് ചെയിനിൽ കോസ് ഉണ്ടാകുന്നതിന് മുമ്പ് എഫക്റ്റ് ഉണ്ടാകുന്നതായിട്ട് ക്വാണ്ടം പരീക്ഷണങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. തീർത്തും അയുക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു തോട്ട് എക്സ്പെരിമെന്റ് ആണ് വിഗ്നേഴ്സ് ഫ്രണ്ട് എന്ന ഒരു ചിന്ത. യൂജിൻ വിഗ്നർ എന്ന പ്രശസ്തനായിട്ടുള്ള ഭൗതിക ശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനും മുന്നോട്ട് വെച്ച ഒരു ചിന്തയാണ്. ഒരു ലബോറട്ടറിയിൽ ഒരു ക്വാണ്ടം പരീക്ഷണം നടത്തി അത് നിരീക്ഷിക്കുന്ന ശാസ്ത്രജ്ഞനും ആ പരീക്ഷണശാലയ്ക്ക് പുറത്തു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തും രണ്ടുപേരും രണ്ട് ലോകത്തിലാണ് നിലനിൽക്കുന്നത് എന്ന് വിഗ്നേഴ്സ് ഫ്രണ്ട് തോട്ട് എക്സ്പെരിമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന വാദം. പരീക്ഷണശാലയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന ശാസ്ത്രജ്ഞൻ ഒരു ക്വാണ്ടം എക്സ്പെരിമെന്റിൽ അദ്ദേഹം നിരീക്ഷിക്കുന്ന കാര്യമായിട്ട് താദാത്മ്യം പ്രാപിക്കുന്നു. എന്നാൽ പുറത്തു നിൽക്കുന്ന സുഹൃത്തിന് അത് സാധിക്കുന്നില്ല. രണ്ടുപേരും രണ്ട് ക്വാണ്ടം സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഇതൊരു ചിന്താ പരീക്ഷണമായിരുന്നെങ്കിൽ നമുക്ക് ആശ്വസിക്കാമായിരുന്നു. എന്നാൽ 2020 ഒരു പരീക്ഷണത്തിലൂടെ ഇത് ശരിയാണെന്ന് തെളിയിക്കുകയുണ്ടായി. ക്വാണ്ടം പ്രതിഭാസങ്ങളുടെ പ്രയാസം അവിടെയാണ്. ഇത് വെറും നമ്മുടെ ചിന്തയിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ഗണിതശാസ്ത്രപരമായിട്ടുള്ള മോഡൽസിലും നിൽക്കുന്ന കാര്യങ്ങളല്ല. നമ്മുടെ മുന്നിൽ ഉള്ള പരീക്ഷണങ്ങളിലൂടെയാണ് ക്വാണ്ടം മെക്കാനിക്സ് പലതും നമുക്ക് നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത്. റിപ്പീറ്റഡ് എക്സ്പെരിമെന്റ്സ്, വീണ്ടും വീണ്ടും ചെയ്യുന്ന പരീക്ഷണങ്ങൾ ഇതേ കാര്യത്തെ സ്ഥിരീകരിക്കുന്നു. അപ്പോൾ നമ്മുടെ യാഥാർത്ഥ്യം ഓരോരുത്തരുടെയും സ്വപ്നമാണോ എന്നുള്ളതാണ് ക്യൂബിസം തുടങ്ങിയ ഇന്റർപ്രിട്ടേഷൻസ് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. പല ഇന്റർപ്രിട്ടേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊന്നാണ് ഈ അടുത്ത കാലത്തായിട്ട് വികസിപ്പിച്ചിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷനാണ് ക്യൂബിസം. ക്യൂബിസം പറയുന്നത് എല്ലാത്തിൻ്റെയും ആധാരമെന്ന് പറയുന്നത്, എല്ലാ ഭൗതിക അവസ്ഥകളുടെയും എല്ലാ ക്വാണ്ടം സ്റ്റേറ്റ്സിന്റെയും തുടക്കം എന്ന് പറയുന്നത് ബോധമാണ് എന്നാണ്, കോൺഷ്യസ്നസ്. അങ്ങനെയാണെങ്കിൽ ഈ ബോധത്തിൽ നിലനിൽക്കുന്ന അവസ്ഥകൾ അത് മാത്രമാണ് നമ്മുടെ റിയാലിറ്റി. അതിന് ഒരു ലോജിക്കില്ല. അത് സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ലോകത്തെ ആണ് കാട്ടിത്തരുന്നത് എന്നതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇക്കാര്യങ്ങളെ കുറിച്ച് വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ പരീക്ഷണങ്ങൾ ഇനിയും ഉണ്ടാകും. ക്വാണ്ടം മെക്കാനിക്സ് എവിടെയെങ്കിലും അത് അശാസ്ത്രീയമാണെന്നോ അത് എവിടെയെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെന്നോ അതിന് കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടെന്നോ എന്നുള്ള വാദങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടെങ്കിലും അതിനെ ഒന്നും സാധൂകരിക്കുന്ന പരീക്ഷണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. അയുക്തമായിട്ടുള്ള ഒരു ലോകത്തെ വീണ്ടും വീണ്ടും ദൃഢപ്പെടുത്തുന്ന പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സ്വപ്നതുല്യമായിട്ടുള്ള ഒരവസ്ഥയാണ് ക്വാണ്ടം മെക്കാനിക്സ് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. സ്വപ്നങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിച്ച ശാസ്ത്രജ്ഞന്മാര് സിഗ്മണ്ട് ഫ്രൈഡ്, കാൾ ഗുസ്റ്റവ് യങ് തുടങ്ങിയവരെ നമ്മൾ ഡെപ്ത് സൈക്കോളജിസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ മനസ്സിന്റെ ആഴത്തിലേക്ക് പോയി അവിടെയുള്ള കാര്യങ്ങളെ പഠിക്കാൻ ശ്രമിക്കുക. അതിന്റെ കൂട്ടത്തില് സ്വപ്നങ്ങളും പെടുന്നു. ഇതില് വളരെയധികം എംപെറിക്കലായിട്ടുള്ള പഠനങ്ങൾ നടത്താൻ ശ്രമിച്ച ആളാണ് കാൾ ഗുസ്റ്റവ് യങ്. അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലല്ല അദ്ദേഹം കാര്യങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ നീണ്ട ഔദ്യോഗികമായിട്ടുള്ള ജീവിതത്തിന്റെ ഏതാണ്ട് അവസാനത്തില് അദ്ദേഹം ഒരു TV ഇന്റർവ്യൂ നടത്തുകയുണ്ടായി. BBC-ക്കാണ് അദ്ദേഹം ഇന്റർവ്യൂ കൊടുക്കുന്നത്. ആ ഇന്റർവ്യൂ കേട്ട പലരും ഇദ്ദേഹം പറയുന്ന കാര്യത്തിൽ വലിയ അതിശയം പ്രകടിപ്പിക്കുകയും ഈ കാര്യങ്ങൾ കൂടുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇദ്ദേഹത്തോട് ഒരു അഭ്യർത്ഥന നടത്തുന്നു. യങ് സാധാരണക്കാർക്ക് വേണ്ടി ഒരു പുസ്തകം എഴുതണം. യങ് ഇത് നിരസിക്കുന്നു. യങ്ങിന്റെ വാദം, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ ഭാഷയിലൂടെ മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ അദ്ദേഹം പറയുന്ന കാര്യങ്ങളുടെ കൃത്യത നിലനിർത്താൻ പറ്റുകയുള്ളൂ. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇത് അവതരിപ്പിക്കാൻ സാധ്യമല്ല എന്നാണ് യങ് അവകാശപ്പെട്ടത്. അദ്ദേഹത്തിന്റെ നീണ്ട ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇത് പറഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു സ്വപ്നമുണ്ടാകുന്നു. അദ്ദേഹം
ഒരു യൂണിവേഴ്സിറ്റിയിലെ ലെക്ചർ ഹാളിൽ നിന്ന് വിദ്യാർത്ഥികളെയും മറ്റ് സഹപ്രവർത്തകരെയും അല്ല അഭിസംബോധന ചെയ്യുന്നത്. അദ്ദേഹം ഒരു സാധാരണ ഇടത്ത് ഒരു തെരുവ് യോഗത്തിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് സംസാരിക്കുന്ന ആയിട്ടാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. ഈ സ്വപ്നം അദ്ദേഹത്തിനൊരു തിരിച്ചറിവ് നൽകുന്നു. ആ സ്വപ്നത്തെ അദ്ദേഹം കാര്യഗൗരവമായിട്ടെടുക്കുന്നു. അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടി ഒരു പുസ്തകം എഴുതാം എന്ന് സമ്മതിക്കുന്നു. അങ്ങനെയാണ് മാൻ ആൻഡ് ഹിസ് സിംബൽസ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഏതാണ്ട് അവസാനത്തെ ഗ്രന്ഥം രചിക്കുന്നത്. ഇത് രചിക്കുന്നത് അദ്ദേഹവും 4 സഹപ്രവർത്തകരും കൂടിയാണ്. ഇതിലെ ആദ്യത്തെ ഒരു ഭാഗം മാത്രമാണ് യങ് എഴുതുന്നത്. ആ ഒരു പാർട്ട് എഴുതിയതിനു ശേഷം ഏതാണ്ട് 10 ദിവസത്തിന് ശേഷം ഇദ്ദേഹം മരണത്തിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ മാൻ ആൻഡ് ഹിസ് സിംബൽസ് അദ്ദേഹത്തിന്റെ പഠനങ്ങളെ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആർക്കും വായിക്കാവുന്ന ഒരു ഗ്രന്ഥമായിട്ട് ഇന്നും നിലനിൽക്കുന്നു. കാൾ ഗുസ്റ്റാവ് യങ് ഈ പുസ്തകത്തിലൂടെ പറയുന്നത് സ്വപ്നങ്ങള് നമ്മുടെ കോൺഷ്യസ് ആയിട്ടുള്ള, നമ്മുടെ ജാഗ്രത അവസ്ഥ എന്ന് പറയുന്ന തെളിഞ്ഞ ബോധത്തിലൂടെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് ആഴത്തിലുള്ള കാര്യങ്ങളെ കടത്തിവിടുക എന്ന ഒരു ദൗത്യമാണ് നിർവഹിക്കുന്നത്. ആഴത്തിൽ എന്ന് പറയുമ്പോൾ അൺകോൺഷ്യസ് ആയിട്ടുള്ള അബോധാവസ്ഥയിൽ നിൽക്കുന്ന നമ്മുടെ പല ചിന്തകളും നമ്മുടെ പല എക്സ്പീരിയൻസുകളെയും കോൺഷ്യസ് ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ് സ്വപ്നങ്ങൾ ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ഈ സ്വപ്നത്തിന്റെ ആ ഒരു സംഭാഷണത്തെ അവഗണിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അത് നമ്മളെ ഉപദേശിക്കുകയും ചില മുന്നറിയിപ്പുകൾ നൽകുകയും ഒക്കെയാണ് ചെയ്യുന്നത് എന്ന് കാൾ ഗുസ്റ്റാവ് യങ് പറയുന്നു. ഇത് നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള അബോധാവസ്ഥ മാത്രമല്ല, നമ്മുടെ കളക്റ്റീവായിട്ടുള്ള ഹ്യൂമൻ സ്പീഷ്യസിന്റെ മാത്രമല്ല, ജീവന്റെ മുഴുവൻ കളക്റ്റീവായിട്ടുള്ള ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സിൽ നിന്ന്, ഒരു കൂട്ടായിട്ടുള്ള അനുഭവ പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ചില സൂചനകളാണ് സ്വപ്നങ്ങളായിട്ട് വരുന്നതായിട്ട് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ നമ്മൾ ഗൗരവമായിട്ട് കണക്കാക്കണം എന്നാണ് യങ് പറയുന്നത്. അത് നൽകുന്ന സന്ദേശം നമുക്ക് ചിലപ്പോൾ യുക്തിയിലൂടെ ശരിക്കും മനസ്സിലാക്കിയെടുക്കുക പ്രയാസമാണ്. കാര്യം യുക്തിക്ക് പുറത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. കളക്റ്റീവ് അൺകോൺഷ്യസും അങ്ങനെ തന്നെയാണ്. അവിടെ ചില ടൈപ്സുകളുണ്ട്, ചില ആർക്കിടൈപ്സുകളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഹീറോ, മദർ, ഷാഡോ എന്നൊക്കെ പറയുന്ന ചില ആർക്കിടൈപ്സുകളുണ്ട്. ആ ആർക്കിടൈപ്പുകളിലൂടെ നമുക്ക് എന്താണ് സ്വപ്നങ്ങൾ പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചില അനുമാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം പറയുന്നു. യങ്ങിയൻ ഡ്രീം അനാലിസിസ് തന്നെ ഈ ഒരു പദ്ധതിയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. നമുക്കറിയാം, ശാസ്ത്രലോകത്ത് ഒരുപാട് ശാസ്ത്രജ്ഞന്മാര് പല കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവര് വഴിമുട്ടി നിന്നിട്ടുണ്ട്. ഓഗസ്റ്റ് കെക്കുലെ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുകയും അദ്ദേഹം ബെൻസിൻ എന്ന മോളിക്യൂളിന്റെ ഘടന എന്താണ് എന്ന് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബെൻസിന്റെ ഘടന അദ്ദേഹത്തിന് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല. വളരെ ദിവസങ്ങളായിട്ട് അത് ഒരു പ്രശ്നമായിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നു. കേക്കിലേക്ക് ഒരു സ്വപ്നമുണ്ടാകുന്നു. ഒരു സർപ്പം അതിന്റെ വാല് മിഴുങ്ങുന്നതായിട്ടാണ് അദ്ദേഹം കണ്ട വിചിത്രമായിട്ടുള്ള സ്വപ്നം. വാല് മിഴുങ്ങുന്ന സർപ്പം വളരെ പുരാതനമായിട്ടുള്ള മോട്ടിവ്സിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഒറോബോറോസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ. പക്ഷേ ഇദ്ദേഹം ഇത് ബെൻസിന്റെ ഘടന എന്താണ്, സ്ട്രക്ചർ എന്താണ് എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടാകുന്നതിൽ വളരെയധികം സഹായമായിട്ട് മാറുന്നു. ബെൻസിന് ഒരു വൃത്താകൃതിയിലുള്ള ഒരു ചെയിൻ, സർക്കുലർ ചെയിൻ സ്ട്രക്ചറാണ് എന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു. ശ്രീനിവാസൻ രാമാനുജൻ എന്ന പ്രശസ്തനായിട്ടുള്ള ഗണിതശാസ്ത്രജ്ഞൻ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾക്കും അദ്ദേഹത്തിന് ഉത്തരം കിട്ടിയത് സ്വപ്നങ്ങളിലൂടെയാണ്. ഒരു പരദേവത അദ്ദേഹത്തിന് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എഴുതി കാണിക്കുന്നു എന്ന സ്വപ്നങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, അവകാശപ്പെടുന്നുണ്ട്. നീൽസ് ബോർ പറയുന്നു, അദ്ദേഹത്തിന് അറ്റോമിക് സ്ട്രക്ചർ എന്താണ് എന്നുള്ളത് തെളിഞ്ഞു വന്നത് ഒരു സ്വപ്നത്തിലൂടെയാണ്. സോളാർ സിസ്റ്റം, സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളും കുറിച്ചുള്ള ഒരു സ്വപ്നം കണ്ടിട്ടാണ് അദ്ദേഹം അറ്റോമിക് സ്ട്രക്ചറിന്റെ ആ ഒരു തിരിച്ചറിവിലെത്തിയത്. ശാസ്ത്രജ്ഞന്മാരെ മാറ്റി നിർത്തിയാൽ എഴുത്തുകാർക്കും ഇത്തരം അനുഭവങ്ങൾ ധാരാളമായിട്ടുണ്ടാകുന്നു. മേരി ഷെല്ലി എന്ന എഴുത്തുകാരി, അവർക്കൊരു ചലഞ്ച് കിട്ടുകയാണ്, ഒരു പ്രേതകഥ എഴുതുക എന്നുള്ള ചലഞ്ച്.
അവർക്ക് ഇങ്ങനെ ഒരു ഗോസ്റ്റ് സ്റ്റോറി, ഒരു പ്രേതകഥ എഴുതുന്നതിൽ വലിയ പ്രയാസം ഉണ്ടാകുന്നു. അപ്പോൾ അവരൊരു വളരെ ശക്തമായിട്ടുള്ള ഒരു ദുസ്വപ്നം കാണുകയാണ്. ആ ദുസ്വപ്നത്തിൽ നിന്നാണ് ഫ്രാങ്കസ്റ്റൈൻ എന്ന നോവല് ഉദിക്കുന്നത്. 1818 ഒരു ശാസ്ത്രജ്ഞൻ ഒരു ജീവിയെ പുനർജീവിപ്പിക്കുന്നു എന്നുള്ള ഒരു കഥയാണ് അവിടെ എഴുതുന്നത്. സയന്റിഫിക് ഫിക്ഷൻ എന്നുള്ള ഒരു എഴുത്തു രീതി തന്നെ മേരി ഷെല്ലി ആ പുസ്തകത്തിൽ നിന്ന് തുടക്കമിടുന്നു. സ്വപ്നങ്ങള് അത് ഒരു മിഥ്യയായിരിക്കാം, എന്നാൽ അത് ബ്രെയിനിന്റെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു നോയിസ് അല്ല എന്ന് ശാസ്ത്രം പോലും ഇന്ന് ഉറപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സ്മൃതികളെ ദൃഢപ്പെടുത്താൻ, ചില ഇമോഷണൽ അവ്യക്തതകളിൽ നിന്ന് വ്യക്തതകൾ ഉണ്ടാക്കാൻ, ചില മുന്നറിയിപ്പുകൾ നൽകാൻ, നമ്മളെ സജ്ജമാക്കുക എന്നുള്ള പല പ്രവൃത്തിയും സ്വപ്നങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ സ്വപ്നങ്ങള് ചില മുന്നറിയിപ്പുകളും നമുക്ക് നൽകുന്നു. ഈ മുന്നറിയിപ്പുകൾ ചിലപ്പോൾ നമ്മളത് ഒരു കോഗ്നിറ്റീവ് ചെറി പിക്കിങ്ങിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഒരു പാറ്റേൺ സീക്കിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിനെ നിസാരവൽക്കരിച്ച് മാറ്റി നിർത്തുന്നത് ചിലപ്പോൾ ശരിയായിരിക്കില്ല. ഈ പ്രീ കോഗ്നിറ്റീവ് ആയിട്ടുള്ള മുന്നറിയിപ്പുകളെ, അതുപോലെ തന്നെ മറ്റ് സ്വപ്നാവസ്ഥകളിൽ ഉണ്ടാകുന്ന ചില സന്ദേശങ്ങളെ ശ്രവിക്കാൻ ശ്രമിക്കണം. അതിനെ നമ്മളെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. അത് നമുക്ക് എക്സ്പീരിയൻസിലൂടെ, സാധനയിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. സ്വപ്നത്തെക്കുറിച്ച് ഭാരതത്തില് ഏറ്റവും കൂടുതൽ ആഴത്തിൽ പോയിട്ടുള്ള ഒരു ഗ്രന്ഥം യോഗവശിഷ്ടം എന്ന ഗ്രന്ഥമാണ്. അതില് ഒരു മഹർഷി ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിനുള്ളിൽ അദ്ദേഹം വേറൊരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിനുള്ളിൽ വീണ്ടും ഒരു സ്വപ്നം കാണുന്നു. അങ്ങനെ സ്വപ്നങ്ങളുടെ ഒരു ശൃംഖല തുടരുമ്പോൾ അദ്ദേഹം ഞെട്ടി ഉണരുമ്പോൾ അദ്ദേഹത്തിന് ബോധ്യമാകുന്നു അതും ഒരു സ്വപ്നം തന്നെയാണ് എന്നത്. അങ്ങനെ സ്വപ്നത്തിൽ നിന്ന് ഉണരാൻ കഴിയാതെ സ്വപ്നലോകത്തിൽ തന്നെ തളച്ചിടപ്പെടുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് യോഗവശിഷ്ടം പറയുന്നു. ഡാവോയിസത്തിലെ ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു ചിന്തകൻ ഒരിക്കൽ താൻ ഒരു ചിത്രശലഭമാണ് എന്ന് സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഞാന് ഒരു ചിത്രശലഭമായിട്ട് സ്വപ്നം കണ്ടതാണോ, അതോ ചിത്രശലഭം ഞാനാണ് എന്ന് സ്വപ്നം കണ്ടുന്നതാണോ? എന്താണ് ശരി? അങ്ങനെ സ്വപ്നം യാഥാർത്ഥ്യമാണോ, അതോ യാഥാർത്ഥ്യം സ്വപ്നമാണോ എന്നുള്ള വലിയൊരു ചിന്താ പദ്ധതി നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നു. ക്വാണ്ടം മെക്കാനിക്സിന്റെ അവ്യക്തമായിട്ടുള്ള, അയുക്തമായിട്ടുള്ള ഒരു ലോകവും സ്വപ്നത്തിന്റെ അവ്യക്തമായിട്ടുള്ള, അതുപോലെ തന്നെ അയുക്തമായിട്ടുള്ള ലോകവും ഏതാണ്ട് സാമ്യമാണെന്ന് നമുക്ക് തോന്നും. ഈ കാര്യങ്ങള്, വരുന്ന പഠനങ്ങള് കൂടുതൽ ഇതില് ഉൾക്കാഴ്ചകൾ നൽകുകയും ഇതിനെക്കുറിച്ച് നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം.